ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ചെറിയൊരു ആൻറ്റി കളക്ഷൻ സെറ്റ് ഞാൻ പേഴ്സണലി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു മുറുക്കാൻ ചെല്ലം ആ ഒരു സാധനത്തിന്, അതായത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെറ്റില മുറുക്കാനൊക്കെ നമുക്ക് എന്താ പറയാൻ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഓരോരോ ചെല്ലങ്ങൾ ഒരു ബോക്സ് പോലത്തെ ഒരു സാധനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. പഴയ കാലത്താണ്, ഇപ്പോഴത്തെ അല്ല. അപ്പോൾ പഴയ കാലത്ത് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് മുറുക്കാൻ ചെല്ലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു മുറുക്കാൻ ചെല്ലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള പുതിയ തലമുറയൊന്നും ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലമൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. പഴയ കാലത്തുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്തൊരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു മുറുക്കാൻ ചെല്ലം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മുറുക്കാൻ ചെല്ലം ഈ ഒരു ഐറ്റമാണ്. അതേ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അപ്പൂമാരും അമ്മൂമാരും ഒക്കെ മുറുക്കാനൊക്കെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ്. ഒരു ബോക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലത്തിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതുപോലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റിയിലും ഡിഫറെൻറ്റ് സ്റ്റൈലിലും വരുന്ന മുറുക്കാൻ ചെല്ലങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ആൻറ്റിക് പീസായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റം. അതുപോലെ തന്നെ നമ്മുടെ പല ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലത്തിൻ്റെ പല ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള ഐറ്റംസും ഉണ്ടായിരിക്കും. എൻ്റെ കൈവശം ഇരിക്കുന്ന അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ളതും അത്യാവശ്യം പഴയ ഒരു ഐറ്റമാണ്. അതായത് പഴയ കുറച്ച് കാലഘട്ടങ്ങൾക്ക് പിന്നിലേക്കുള്ള ഒരു ഐറ്റമാണ്. നല്ല കണ്ടീഷനുള്ളതാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷനുള്ള ഐറ്റമാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മുറുക്കാൻ ചെല്ലം. ഇതിൻ്റെ അകത്താണ് ആ ഒരു വെറ്റിലയും മുറുക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ച് അവരൊക്കെ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷനുള്ളതാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു കണ്ടീഷനുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇപ്പോൾ പല മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഐറ്റങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആൻറ്റിക് പീസാണ്. അപ്പോൾ എൻ്റെ കൈവശം ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ സ്റ്റാമ്പുകൾ, പത്രങ്ങൾ, ആൻറ്റിക് ഐറ്റംസ് അങ്ങനെ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. നാണയങ്ങൾ, കറൻസികൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ന്യൂമിസ്മാറ്റിക്സ് ഹിസ്റ്ററി ലവർ എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും നാണയങ്ങൾ, കറൻസികൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ന്യൂമിസ്മാറ്റിക്സ് ഹിസ്റ്ററി ലവർ എന്ന് പറയുന്ന ചാനലിലാണ് കാണേണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു 2 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലങ്ങളൊക്കെ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള ഐറ്റംസ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലങ്ങൾ, അതുപോലെ തന്നെ പാക്ക് വെട്ടി, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ വീടുകളിൽ തന്നെ പഴയ മൂലയ്ക്കോ അല്ലെങ്കിൽ മാറ്റിയൊക്കെ സ്റ്റോറേജൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പഴയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതൊക്കെ തേടി പിടിച്ച് നിങ്ങളുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യുക. വലിയൊരു ഹിസ്റ്ററി തന്നെ നമുക്ക് ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള മുറുക്കാൻ ചെല്ലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.